നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ വാട്ട് ഇസ് ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി e റൈസ് ടു n ബൈ n പ്ലസ് 1 ഫാക്ടോറിയൽ. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ള a n എന്ന് പറയുന്നത് a n ഇസ് ഈക്വൽ ടു e റൈസ് ടു n അല്ല കേട്ടോ, a n ആണ്. a n ഇസ് ഈക്വൽ ടു e റൈസ് ടു n ബൈ n ഫാക്ടോറിയൽ. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള a n. അപ്പോൾ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി നമുക്കിതിന് ലിമിറ്റ് കാണണം എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് എ എൻ പ്ലസ് 1 ബൈ എ എൻ. ഇതിൻ്റെ ലിമിറ്റ് എന്താണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എ എൻ പ്ലസ് 1 ബൈ എ എൻ എന്താണെന്നുള്ളത് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു n പ്ലസ് 1 അല്ലേ. അതായത് എ എൻ പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എന്നിന് പകരം n പ്ലസ് 1 ആക്കുക. അപ്പോൾ ഇ റൈസ് ടു n പ്ലസ് 1 ബൈ n പ്ലസ് 1 ഫാക്ടോറിയൽ വരും. ഇവിടെ n ഫാക്ടോറിയൽ ആകുമ്പോൾ ഇവിടെ എന്ത് വരും, n പ്ലസ് 1 ഫാക്ടോറിയൽ. പിന്നെ നോക്കാം. ഇപ്പോൾ നമുക്കിവിടെ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി n പ്ലസ് 1 ബൈ എ എൻ എന്നിങ്ങനെ വരും. ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു n പ്ലസ് 1 ബൈ n പ്ലസ് 1 ഫാക്ടോറിയൽ ഹോൾ ഡിവൈഡഡ് ബൈ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു n അല്ല എ എൻ എന്ന് പറയുമ്പോൾ ഇ റൈസ് ടു n ബൈ n ഫാക്ടോറിയൽ. അപ്പോൾ ഇ റൈസ് ടു n ബൈ n ഫാക്ടോറിയലിന് കൊടുക്കുക. ലിമിറ്റ് ഇവിടെ സ്പ്ലിറ്റ് ആക്കേണ്ട ആവശ്യമില്ല, ഇവിടെ നിങ്ങൾക്ക് ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടി കാണിച്ചു തന്നേ ഉള്ളൂ. സോ അഗൈൻ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ഇതെങ്ങനെ വരും, ഇ റൈസ് ടു n പ്ലസ് 1 ബൈ n പ്ലസ് 1 ഫാക്ടോറിയൽ അല്ലേ. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ഇൻറ്റു എന്നുള്ള ഫോമിലോട്ട് എഴുതാം. റെസിപ്രോക്കൽ എടുക്കുക, n ഫാക്ടോറിയൽ ബൈ n പ്ലസ് 1 അവിടെ n പ്ലസ് 1 ഫാക്ടോറിയൽ അല്ല, ഇ റൈസ് ടു n. ഓക്കെ, n ഫാക്ടോറിയൽ ബൈ ഇ റൈസ് ടു n അങ്ങനെയാണ് വരിക കേട്ടോ. സോ അപ്പോൾ നമുക്ക് ഇനി അതിൽ ക്യാൻസൽ ചെയ്യാവുന്ന ടേംസ് ഒന്ന് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇ റൈസ് ടു n പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇ റൈസ് ടു n ഇൻറ്റു ഇ റൈസ് ടു 1 അല്ലേ. അതേപോലെ n പ്ലസ് 1 ഫാക്ടോറിയലിനെ നമുക്ക് എങ്ങനെ എഴുതാം, n ഫാക്ടോറിയൽ ഇൻറ്റു n പ്ലസ് 1 അല്ലേ. അങ്ങനെയാണ് നമ്മൾ എഴുതാറ്. അപ്പോൾ അത് വെച്ചിട്ട് ഇതിനെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കാം. സോ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എന്ത് വരും, ഇ റൈസ് ടു n ഇൻറ്റു ഇ ബൈ n പ്ലസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു എന്ന് വരും n ഫാക്ടോറിയൽ n പ്ലസ് 1 ഫാക്ടോറിയലിനെ മാറ്റിയിട്ട് n ഫാക്ടോറിയൽ ഇൻറ്റു n പ്ലസ് 1 എന്നാക്കാം കേട്ടോ. ബാക്കി അവിടെ n ഫാക്ടോറിയൽ ബൈ ഇ റൈസ് ടു n. അപ്പോൾ നമുക്ക് n ഫാക്ടോറിയലും കട്ടായി പോവും. ഓക്കെ, ബാക്കി എന്താ ഉള്ളത്, ഇതേപോലെ ഇ റൈസ് ടു എന്നും ഇ റൈസ് ടു എന്നും കട്ടായി പോകും. ഓക്കെ, സോ ബാക്കി നമുക്ക് വരുന്നത് എന്താണ്, ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ബാക്കി നമുക്ക് വരുന്നത് ഇ ബൈ n പ്ലസ് 1 അല്ലേ. ബാക്കി ടേംസ് ക്യാൻസൽ ചെയ്ത് ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ഇ ബൈ n പ്ലസ് 1. അപ്പോൾ അതിൽ എന്നിന് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും, ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഇ ബൈ ഇൻഫിനിറ്റി. ഓക്കെ, നമുക്ക് 1 ബൈ ഇൻഫിനിറ്റി 0 ആണെന്ന് അറിയാം. സോ ഇ ബൈ ഇൻഫിനിറ്റി എന്ത് തന്നെ ആയിരിക്കും, 0 അല്ലേ. ലിമിറ്റ് 0 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എ എൻ എന്ന് പറയുന്ന ഇ റൈസ് ടു n ബൈ n ഫാക്ടോറിയൽ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എന്താണ്, 0 ആണ്. അപ്പോൾ ആ ലിമിറ്റ് 0 ആയിരിക്കും കേട്ടോ. സോ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു n ഈക്വൽ ടു ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു n ബൈ n ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതാണ് നമുക്ക് വരുന്ന ആൻസർ.